സാധനം കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ബല ബയാന. വളരെ എളുപ്പത്തിൽ നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് തേങ്ങയാണ് വേണ്ടത്. തേങ്ങ ചെരുകിയത് ഞാനിവിടെ എൻ്റെ കൈൻ്റെ പിടിയോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിന് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് യൂസ് ചെയ്തത്, പക്ഷേ അതില്ലാത്തവർ നമുക്ക് ഇതും വെച്ച് ചെയ്താലും അടിപൊളിയായിട്ട് തന്നെ കിട്ടും. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് തണുക്കാൻ വെക്കുക. അതിനുശേഷം ഇതുപോലെ ബോൾസ് ആക്കി മാറ്റി വെക്കാം. ഇത് വീണ്ടും നമ്മൾ ഫ്രിഡ്ജിലൊന്ന് വെക്കണം കേട്ടോ, സെറ്റാവാൻ. ഇനി നമുക്കൊന്ന് പഞ്ചസാര ക്യാരമലൈസ് ചെയ്ത് വെക്കണം. അതിനായിട്ട് പഞ്ചസാര ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലൊന്ന് ചൂടായാൽ നമ്മുടെ ക്യാരമലൈസ് റെഡിയാവും. ഇനി ഓരോ ബോളും ഇതുപോലെ ഒന്ന് ആ ഒരു ഇതിൽ മുക്കിയെടുക്കുക. അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള ബല ബയാന റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് പ്രത്യേകിച്ച്. അപ്പോൾ എനിക്കിന്ന് ടേസ്റ്റ് ചെയ്യാൻ രണ്ടാളുണ്ട് കേട്ടോ. ഇവർക്ക് രണ്ടെണ്ണം അധികം കൊടുത്തുകൊണ്ട് അവർ കുറച്ച് എക്സ്പ്രഷൻ വാരി വിതരണുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബായ്.